പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവേരിയോ തലമുറകളെ പ്രചോദിപ്പിച്ച CR7 വിശ്വവേദിയിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോക കിരീടം എന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് നമ്മുടെ പ്രിയ റോണോ മടങ്ങുന്നത്. പക്ഷെ കിരീടങ്ങൾ മാത്രമല്ലല്ലോ ഒരു താരത്തെ അടയാളപ്പെടുത്തുന്നത്. ദാരിദ്ര്യത്തെയും പ്രതികൂല സാഹചര്യങ്ങളെയും പടവെട്ടിയാണ് അയാൾ ഇതിഹാസങ്ങളുടെ നിരയിലേക്ക് ഉയർന്നത്. പോർച്ചുഗലിൽ നിന്ന് ഏറെ അകലെയുള്ള മദീര എന്ന ഒരു കുഞ്ഞൻ ദ്വീപിൽ നിന്നായിരുന്നു അയാളുടെ വരവ്. പിതാവ് ഒരു ക്ലബ് ഗ്രൗണ്ടിലെ ജോലിക്കാരനും അമ്മ ഒരു പാചകക്കാരിയുമായി. പക്ഷെ ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് അയാളെ ലിസ്ബണിലേക്ക് എത്തിക്കുന്നത്. സ്പോർട്ടിംഗ് ലിസ്ബണിൽ അയാളുടെ പ്രതിഭ തിരിച്ചറിഞ്ഞ വിഖ്യാത പരിശീലകൻ അലക്സ് ഫെർഗൂസനാണ് അയാളെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. പിന്നീട് അയാൾക്ക് മേൽവിലാസങ്ങൾ വേണ്ടി വന്നില്ല. ആ ഒറ്റ പേരിൽ ഒരു രാജ്യം പോലും സ്വന്തം മേൽവിലാസം തിരഞ്ഞു. വിങ്ങുകളിൽ ചാട്ടുളി പോലെ പായുന്ന റോണോയെ കണ്ടവർ ഭാഗ്യവാന്മാരാണ്. 18-ാം വയസ്സിൽ ലൂയിസ് ഫിഗോയ്ക്കൊപ്പം പന്ത് തട്ടിയായിരുന്നു പോർച്ചുഗലിനായുള്ള അരങ്ങേറ്റം. ഒരു സ്പ്രിന്ററുടെ വേഗതയിൽ കുതിച്ച റോണോ എതിരാളികളുടെ പേടിസ്വപ്നമായി വളരുകയായിരുന്നു. 2004 യൂറോ കപ്പിൽ പോർച്ചുഗലിനെ ഫൈനലിലേക്ക് നയിച്ചത് ആ 19-കാരനായ കൗമാരക്കാരനായിരുന്നു. ഫൈനലിൽ ഗ്രീസിനെതിരെ തോറ്റെങ്കിലും റൊണാൾഡോ പോർച്ചുഗലിന്റെ ആരാധ്യ താരമായി. പിന്നീട് അങ്ങോട്ട് റോണോ ആയിരുന്നു പോർച്ചുഗലിന്റെ എല്ലാം. 2006 ജർമ്മൻ ലോകകപ്പിൽ പോർച്ചുഗൽ സെമിയിലുമെത്തുന്ന സമയം. പക്ഷേ കിരീടം അകന്നു തന്നെ നിന്നു. 2016 യൂറോ കപ്പ് ഉയർത്തിയ റൊണാൾഡോ ചുവന്ന കുപ്പായത്തിൽ പോർച്ചുഗലിന് ആദ്യ കിരീടവും സമ്മാനിച്ചു. പരിക്കേറ്റ് ബെഞ്ചിലേക്ക് മടങ്ങിയിട്ടും ഒരു പരിശീലകനെ പോലെ ടീമിന് നിർദ്ദേശം നൽകി റോണോ അന്നും ആരാധകരെ അമ്പരപ്പിച്ചു. യുവേഫ നേഷൻസ് കപ്പ് എന്ന പുത്തൻ ടൂർണമെന്റിൽ പോർച്ചുഗൽ 2 തവണയാണ് മുത്തമിട്ടത്. അവസാന ലോകകപ്പിൽ കിരീടമുയർത്താമെന്ന പ്രതീക്ഷയിലാണ് റൊണാൾഡോ അമേരിക്കയിലേക്ക് എത്തിയത്. പക്ഷേ വമ്പൻ താരനിര അണിനിരന്നിട്ടും പോർച്ചുഗലിന് കാലിടറി. ഒരു ടീം എന്ന നിലയിൽ ഒത്തിണക്കത്തോടെ കളിക്കാൻ പോർച്ചുഗലിന് കഴിഞ്ഞില്ല. റോണോ പലപ്പോഴും ഒറ്റയ്ക്കായിപ്പോയി. 41-കാരൻ ടീമിന് ബാധ്യതയാണോ എന്ന് പോലും തോന്നി. പക്ഷെ സാരമില്ല, തലമുറകളെ പ്രചോദിപ്പിച്ച സൂപ്പർ താരത്തോട് നന്ദി പറയണം. 1000 ഗോൾ എന്ന അപൂർവ നേട്ടം കൈവരിക്കാൻ അയാൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു റൊണാൾഡോ, താങ്ക് യു CR7. ലോക കിരീടം നേടാതെ തന്നെ നിങ്ങൾ ലോകം കീഴടക്കിയവനാണ്. നിങ്ങൾ ഞങ്ങളെ ത്രസിപ്പിച്ചതുപോലെ, നിങ്ങൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചതുപോലെ ആരും ഞങ്ങളെ സ്വാധീനിച്ചിട്ടില്ല റോണോ. എന്നും നിങ്ങൾ ഞങ്ങളിലുണ്ട്. കാൽപന്തുകളിൽ നിൽക്കുന്നതുവരെ അത് തുടരുക തന്നെ ചെയ്യും.